ബാക്കി വന്ന ഇഡ്ഡലി മാവ് കൊണ്ട് അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വട ഉണ്ടാക്കിയെടുത്താലോ നമുക്ക്. അതിനായൊരു പാത്രത്തിലേക്ക് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒരു സവോള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഈ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എത്രയൊക്കെ മധുര പലഹാരങ്ങളുണ്ടായാലും ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഏതെങ്കിലും കൂട്ടി ചായ കുടിച്ചാലേ ചായ കുടിച്ചു എന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അതത്ര ഹെൽത്തി ഒന്നുമല്ലെങ്കിലും. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സവോളയിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് അരച്ചെടുത്ത ചമ്മന്തിയാണ് കേട്ടോ അത്. ഈ വടയുടെ കൂടെ ഈ ചമ്മന്തി അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.